അപ്പോൾ ഇന്നൊരു സ്റ്റഡി ടേബിൾ മേക്ക് ഓവർ ആണ്. സ്കൂളെല്ലാം തുറന്നിട്ട് കുറേ ആയെങ്കിലും ഇപ്പാണ് ഫുള്ള് ബുക്സ് എല്ലാം കവർ ചെയ്ത് കഴിഞ്ഞത്. അത് മാത്രമല്ല ഇപ്പം 4-5 ദിവസമായിട്ട് ഞാൻ ഇവിടെ തന്നെയാണ് പഠിക്കലും കാര്യങ്ങളും എല്ലാം. പഠിച്ചു കഴിഞ്ഞാൽ ഞാൻ എടുത്തു വെക്കുന്നുമില്ല ബുക്കെല്ലാം. അപ്പം അങ്ങനെയെല്ലാം ആയിട്ട് കുറേ മെസ്സായിട്ടേനും ഉണ്ടായത്. അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് ഇതെല്ലാം ഒന്ന് മാറ്റിയിട്ട് ഒന്ന് ഒതുക്കി വെക്കണം എന്ന് ചെറിയൊരു മേക്ക് ഓവർ കൊടുക്കണം. ഈ മേക്ക് ഓവർ കൊടുക്കണം എന്നുള്ള കാര്യം എനിക്ക് പെട്ടെന്ന് വന്ന ഐഡിയ ആണ്. എൻ്റെ അടുത്ത് കുറച്ച് സാധനങ്ങൾ ഓൾറെഡി ഉണ്ടായിരുന്നു, ഇതിനായിട്ട് വാങ്ങി വെച്ചതല്ലെങ്കിലും ഞാൻ വിചാരിച്ചെന്നാൽ അതെല്ലാം യൂസ് ചെയ്ത് ഒരു ചെറിയ മേക്ക് ഓവറും കൂടി കൊടുക്കാമെന്ന്. ഇതൊരു തട്ടിക്കൂട്ട് വ്ളോഗാണ്. അപ്പം ആദ്യം തന്നെ ഞാൻ ആ ടേബിളിലുള്ള വേണ്ടാത്ത സാധനങ്ങളെല്ലാം എടുത്തിട്ട് ഒരു ചാക്കിലാക്കി അപ്പോഴത്തേക്ക് തന്നെ നല്ല വൃത്തി വെച്ചതിനും വേണ്ടാത്ത സാധനങ്ങളെല്ലാം ഞാൻ ചാടിയിട്ട് ആ ടേബിളെല്ലാം ഒന്ന് വെറ്റ് വൈപ്സ് വെച്ചിട്ട് നല്ലോണം തുടച്ചെടുക്കുന്നുണ്ട്. വൈറ്റ് ടേബിൾ അല്ലേ, അതുകൊണ്ട് ഭയങ്കര വേഗം എന്താ പറയുക കച്ചറയാവും. ഞാനാണെങ്കിൽ ഈ ടേബിൾ ആകെ പഠിക്കാൻ മാത്രമേ യൂസ് ചെയ്യുള്ളൂ, ഗമ്മോ അല്ല കളേഴ്സോ ഒന്നും യൂസ് ചെയ്യില്ല ഇതിൻ്റെ മേലേന്ന്. എന്നിട്ട് ഇത് ഫുൾ കച്ചറയായിട്ടാണ് ഉള്ളത്. പിന്നെ ഞാൻ ഇങ്ങനെ ഒരു ടൈം ടേബിൾ കാർഡ് അതിൻ്റെ സ്റ്റേഴ്സിൻ്റെ ആടെയായിട്ട് ഒട്ടിച്ചു കൊടുത്തിട്ടുണ്ട്. എൻ്റെ സ്റ്റഡി ടേബിൾ എന്ന് പറയുന്നത് ഈ സ്റ്റേഴ്സിൻ്റെ താഴത്തെ ഭാഗത്താണ്. നിങ്ങൾ ആദ്യത്തെ ക്ലിപ്പ് കണ്ടപ്പോൾ തിരിഞ്ഞിട്ടുണ്ടാവും എന്ന് വിചാരിക്കുന്നത്. അപ്പോൾ ഈ ഹാളിൽ നിന്ന് വരുന്ന വഴിക്ക് തന്നെ ഇങ്ങനെ നല്ല വൃത്തിക്ക് കാണും അത്. അപ്പോൾ ഇത് വൃത്തിയില്ലാണ്ട് കിടക്കാനും പാടില്ല. പിന്നെ ഈ ഒരു സാധനം ഞാനൊരു യൂട്യൂബർ വാങ്ങിയാണ്ട് ഇത് വാങ്ങിയതേനും എൻ്റെ അടുത്ത് ഓൾറെഡി 2-3 എന്താ പറയുക പെൻ ഹോൾഡർ എല്ലാം ഉണ്ട്, എന്നാലും കിടക്കട്ടെ. പിന്നെ ഞാൻ ആ ഡ്രോറെല്ലാം ഒന്ന് നല്ല വൃത്തിയാക്കി വെച്ച് ആദ്യം ഇതിൽ എന്തെല്ലോ ആവശ്യമില്ലാത്ത ചാർജേഴ്സും കാര്യങ്ങളും അല്ലേനു. പിന്നെ ഇതിലിപ്പോൾ ഞാൻ റഫ് ബുക്കും അങ്ങനെ പഠിക്കാൻ പെട്ടെന്ന് എടുക്കുന്ന സാധനങ്ങളും പിന്നെ എൻ്റെ ലാപ്ടോപ്പിൻ്റെ ചാർജർ മാത്രമേ വെച്ചിട്ടുള്ളൂ. ഈ ഒരു പോസ്റ്റർ ഞാൻ സത്യം പറഞ്ഞാൽ ഇതിനായിട്ട് വാങ്ങിയതല്ല, ഇതിപ്പം തൽക്കാലത്തേക്ക് ഒട്ടിച്ചതാണ്. ഞാൻ റൂം മേക്ക് ഓവർ ചെയ്യണമെന്ന് വിചാരിച്ചിട്ട് ഒരു 6 മാസം മുമ്പേന്ന് തോന്നുന്നു ഞാൻ വാങ്ങി വെച്ചത്. ഇപ്പോൾ യൂസ് ചെയ്തിട്ടില്ല. റൂം മേക്ക് ഓവറിന് കുറേ സാധനങ്ങൾ വാങ്ങി മെല്ലെ മെല്ലെ വാങ്ങിച്ച് ചെയ്യാന്ന് വിചാരിച്ചിട്ട് അങ്ങനെ കൂട്ടി വെച്ചതാണ്. നോക്കുമ്പോൾ റൂം മേക്ക് ഓവറൊന്നും ഇതുവരെയായിട്ടും ചെയ്തിട്ടില്ല. ഇനി എന്തായാലും വേറെ തീമിലാറ്റും ചെയ്യാം. അപ്പം ഞാൻ അത് അവിടെ ഒട്ടിച്ചു കൊടുത്തിട്ടുണ്ട്. വോൾ ഇങ്ങനെ ഭയങ്കര എംപ്റ്റി ആയിട്ട് കണ്ടപ്പോൾ പിന്നെ അവിടെ എന്താ പറയുക ഒരു ടിഫിൻ്റെ റാപ്പറാണ്, സത്യം പറഞ്ഞാൽ ടിഫിൻ റാപ്പറാണ്. പക്ഷെ ഞാനത് അവിടെ വെച്ചെന്ന് മാത്രം. ഈ വൈറ്റ് ടേബിൾ ആയതുകൊണ്ട് തന്നെ വേഗം പൊടി പിടിച്ചിട്ട് പിന്നെ പോവില്ല, അവിടെ തന്നെ അങ്ങ് പിടിച്ചു പോകും. പിന്നെ എത്ര തുടച്ചാലും പോവില്ല. അതുകൊണ്ട് പിന്നെ ഞാൻ അതവിടെ വിരിച്ചു കൊടുത്ത് പിന്നെ കുറച്ച് എൻ്റെ സാധനങ്ങളെല്ലാം ഞാൻ തിരിച്ചവിടെ തന്നെ വെക്കുന്നുണ്ട്. പെൻ ഹോൾഡറും സാധനങ്ങളെല്ലാം കുറേ സാധനങ്ങൾ ഞാൻ ആ ടേബിളിൽ വെച്ചിട്ട് കുറേ നിറച്ചിട്ടുണ്ട്. ഈ ഒരു സാധനം ഈ ഒരു ജാറിൽ ഈ ഞാൻ ഗ്ലാസ് പെയിൻറ് ചെയ്തതാണ്. ആ മേലയിലുള്ളത് ഒരു ബൊക്കേൻ്റെ ഫ്ലവേഴ്സ് ചെയ്യുന്നു. ആ ബൊക്കേൻ്റെ കവർ പോയപ്പം എന്താ പറയുക റാപ്പ് പോയപ്പോൾ പിന്നെ ഞാൻ അത് ആ ജാറിൽ ഇട്ട് വെച്ചതേ ഉള്ളൂ. അപ്പം അങ്ങനെ ഫുള്ള് ഞാനിത് ഓർഗനൈസ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. കുറേ സാധനങ്ങളുണ്ട്, ഓർബീസും അങ്ങനെ ആവശ്യമുള്ളതും ഇല്ലാത്തതുമായ എല്ലാ സാധനങ്ങളും എൻ്റെ സ്റ്റഡി ടേബിളിൽ നിങ്ങൾക്ക് കാണാൻ പറ്റും. അപ്പം ഈ ഒരു മേക്ക് ഓവർ അല്ലാണ്ട് തന്നെ ഞാൻ വേറൊരു DIY ആയിട്ട് ഒരു മേക്ക് ഓവർ ചെയ്യാൻ പ്ലാൻ ഉണ്ട്. അത് കുറേ ഇങ്ങനെ DIY ആയിട്ടുള്ള സാധനങ്ങളെല്ലാം ഇങ്ങനെ ഉണ്ടാക്കി അങ്ങനെ ഒന്ന് ചെയ്യണം. എന്തായാലും അത് ഞാൻ നിങ്ങൾക്ക് വേണമെങ്കിൽ കമൻറ്റ് ബോക്സിൽ പറയാം. എന്തായാലും ഞാൻ ചെയ്യുന്നുണ്ട്. ഞാൻ വേണമെങ്കിൽ വീഡിയോ എടുത്തിട്ട് നിങ്ങൾക്ക് ഷെയറും കൂടി ചെയ്യാം. അപ്പം അത്രയേ ഉള്ളൂ ഇന്നത്തെ ഒരു വീഡിയോ. എല്ലാവർക്കും ഇഷ്ടമായി വിചാരിക്കുന്നു. ബായ്.